കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ NEP കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അതേപോലെ തന്നെ ഈ സമകാലിക കേരളത്തിൽ ഇപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടും ട്രെൻഡായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് PM ശ്രീ. യഥാർത്ഥത്തിൽ എന്താണ് ഈ PM ശ്രീ? PM ശ്രീ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടാണ്. അത് നല്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓരോ സ്റ്റേറ്റിലെയും സ്കൂളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ടീച്ചേഴ്സ് ട്രെയിനിങ് അടക്കമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ സ്കൂളിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് PM ശ്രീ എന്ന് പറയുന്ന ഫണ്ട്. ഓരോ സ്റ്റേറ്റിനും അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ആ സ്റ്റേറ്റുകളുടെ ലക്ഷ്യം. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതിന് ഇത്രയും കൂടുതൽ ചർച്ച വരാനും അതിനെ എതിർക്കപ്പെടാനുമുള്ളൊരു കാരണം? കേരളത്തിൽ റീസെൻ്റായിട്ട് നടന്ന ഇലക്ഷനിൽ രണ്ട് മുന്നണികളും കാര്യമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ ഒന്ന് PM ശ്രീയാണ്. അണികളോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയിട്ടുള്ള ഒരു സംഗതിയാണ് PM ശ്രീയെ എതിർക്കുക എന്നുള്ളത്. പക്ഷേ ഈ എതിർക്കുമ്പോഴും രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും രണ്ട് മുന്നണിയിലുള്ള ആളുകൾക്കും അറിയാം PM ശ്രീ അത് ഗുണകരമാണ്, സ്കൂളുകൾക്കും ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, സ്കൂളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഈ രണ്ട് വിഭാഗം ആളുകൾക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നെ അതൊരു വിവാദമായി നിലനിൽക്കുമ്പോഴാണ് രാഷ്ട്രീയക്കാരുടെ നേട്ടങ്ങളുണ്ട് എന്ന് മാത്രമാണ് അതിൽ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന ഒരു സംഗതിയല്ല PM ശ്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഓൾറെഡി നടപ്പാക്കിയിട്ടുള്ള പല സ്കൂളുകളുണ്ട്, അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സിലബസിനെ ബാധിക്കുന്നതാണോ അതോ വെറും ഇൻഫ്രാസ്ട്രക്ചറിൽ ഒതുങ്ങുന്നതാണോ? PM ശ്രീയുടെ ഫണ്ടിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റും. സിലബസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. NEPയുടെ ഷോക്കേസിംഗ് ആണ് PM ശ്രീയിലൂടെ നടക്കുന്നത്. NEP ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കുട്ടികളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പാഠ്യപദ്ധതിയാണ് NEP എന്ന് പറയുന്നത്. അതിനെ കൂടുതലായിട്ട് എതിർക്കാനൊന്നുമില്ല. പിന്നെ അതിലൂടെ എന്തെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അത് തിരുത്താനും അതിന് കഴിവുള്ള ആളുകൾ തന്നെയാണല്ലോ കേരളത്തിലുള്ള വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന ആളുകൾ. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേന്ദ്രത്തിൻ്റെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ള സിലബസ് ആണെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. ആ ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിരുന്നു. മറ്റുള്ള അജണ്ടകൾ ഉണ്ടോ എന്ന് കെയർഫുള്ളായിരുന്നു. ഇത്രയും കാലം അതിനെല്ലാം റിജക്റ്റ് ചെയ്യാൻ കേരള സമൂഹത്തിന് പറ്റിയിട്ടുണ്ട്. ആ കേരള സമൂഹം അത് പാടെ നിരാകരിക്കും. അതിനുള്ള വിദ്യാഭ്യാസവും അറിവും എല്ലാം കേരള സമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് PM ശ്രീയുടെ ഫണ്ട് വാങ്ങി അത് കൃത്യമായിട്ട് ഓരോ സ്കൂളിൻ്റെയും ആവശ്യത്തിന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് എന്തെങ്കിലും കടത്തിക്കൂട്ടലുകൾ ഉണ്ടെങ്കിൽ അത് പാടെ നിരാകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതാണ്. ഓരോ സ്റ്റേറ്റിനും അതാത് രീതിയിൽ തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ PM ശ്രീയിലൂടെ കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഒരു സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല.